ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ ഫ്ലിപ്കാർട്ട് പണി തന്നു കേട്ടാ. ഒരു സ്ഥിരം പരിപാടി ഇരിക്കുക ഇവന്മാരുടെ, ഒരു രക്ഷയില്ല. ഒരു 1500 രൂപയുടെ കുറവ് നോക്കിയിട്ട് നമ്മൾ ആക്ച്വലി ഈ സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് സാംസങ്ങിന്റെ ഗാലക്സി വാച്ച് 4 ആക്ച്വലി ഒരു ഫ്രണ്ടിന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ കാശ് തുറക്കേണ്ട സ്ഥിതിയായി. ഈ സാധനം ഓണാവുന്നേ ഇല്ല. ഡെഡ് ഓൺ അറൈവലായിരുന്നു സംഭവം. ഓപ്പൺ ബോക്സ് ഡെലിവറി ഒക്കെ ആയിരുന്നു സാധനം. അവർ ചുമ്മാ ഓപ്പൺ ചെയ്തു, സാധനം പുതിയ പാക്കേജും സംഭവമൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ശ്രദ്ധിച്ചു, ഇതിന്റെ എന്താ പറയാ, മാനുഫാക്ചറിംഗ് ഡേറ്റ് ഒക്കെ പഴയ സാധനമാണ് കേട്ടോ. 2022 മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ഒക്കെയാണ് ഈ സാധനങ്ങൾ ഇവർ വിൽക്കുന്നു ഓഫറിന് ആയിട്ടേ. ഫ്ലിപ്കാർട്ടിന്റെ ചതിയിലൊന്നും പോയി വീഴരുതിട്ടാ. ഉടായ്പന്റെ എന്താ ഉമ്മാരെ പറയണ്ടത്, ശരിക്കും വേറെ വല്ല വാക്കാ പറയണ്ടത്. പക്ഷെ നമ്മുടെ പോളിസിയും അതുപോലെ തന്നെ യൂട്യൂബിന്റെ പോളിസിയും എതിരായതുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ എന്താ പറയണ്ടവരൊക്കെ, ഇത്രയും വലിയൊരു ബ്രാൻഡായിട്ട് ഒരു കസ്റ്റമറിന്റെ പുല്ല് വില. എനിക്ക് അവരുടെ കോൺടാക്ട് നമ്പർ പോലും വിളിച്ചിട്ട് കിട്ടുന്നില്ല. നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ചാറ്റ് സപ്പോർട്ട്, അതൊന്നും ചാറ്റ് സപ്പോർട്ട് ഒന്നും അവന്മാരെ കിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് കോൾ ഓപ്ഷൻ ആക്കാം. അത് കോൾ ഓപ്ഷൻ ചെയ്തിട്ടും കോളും കാര്യങ്ങളൊന്നും വരുന്നില്ല. ലാസ്റ്റ് ഞാൻ സാംസങ്ങിന്റെ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് അവർ പറഞ്ഞ ഫ്ലിപ്കാർട്ടുകാരാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് എന്താ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ബ്രാൻഡ് റിപ്ലേസ്മെന്റ് പോളിസി ആണ് ഇപ്പൊ ഇവരുടെ ഓൺലൈനിലൊക്കെ. അപ്പൊ അവരത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ സാംസങ്ങിന്റെ സർവീസ് സെന്ററിനെ വിസിറ്റ് ചെയ്യാൻ അവർ DOA സർട്ടിഫിക്കറ്റ് തരണം എന്നൊക്കെയാണ് പറഞ്ഞത്, ഡെഡ് ഓൺ അറൈവൽ പറഞ്ഞിട്ട്. ഇത് പുലിവാലി പിടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ സാധനം വാങ്ങിച്ചാണ്. ഇത് ആമസോണിൽ 11,500 സംതിങ് ഉണ്ടായിരുന്നു ഈ സാധനത്തിൽ. ഞാൻ അതിന്റെ പ്രൂഫ് അടക്കം കാണിച്ചത്. ഇതിപ്പോ വന്നുള്ള സാധനം ഇന്ന് ഡെലിവർ ആയിട്ട് ഒരു മണിക്കൂറായിട്ടില്ല. സാധനം ജസ്റ്റ് പുതിയ പാക്കേജ് ഒക്കെ ആയിരുന്നു. സീലൊക്കെ ഉണ്ടായിരുന്നു. സീലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാണ് സാധനം. ഞാൻ അപ്പോൾ ഇപ്പോൾ ഓൺ ആവണമെന്നില്ല, പക്ഷെ ചില സമയത്ത് ഇതിന് ബാറ്ററി സംഭവമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കാണിക്കുന്നുണ്ട്, ഇവര് ഒന്നാമത് നെറ്റ് കിട്ടില്ല എന്നൊക്കെ പറയണം. നമ്മുടെ വൈഫൈ കണ്ടായിട്ട് നിൽക്കുന്നത് അങ്ങനത്തെ. അതിപ്പോൾ ഉണ്ട്. ഇത് 9,830 റുപ്പീസിന്റെ സാധനം കിട്ടി. അതുകൊണ്ട് മാത്രമാണ് ഈ സാധനത്തിൽ ഞാൻ ഈ കൂതറ ഇതിൽ ഓർഡർ ചെയ്തത്. ഇത് ചാറ്റ് സപ്പോർട്ടും കിട്ടില്ല, ഒരു സാധനം കിട്ടില്ല. അത് ഓപ്പൺ ബോക്സിൽ എറിവായത് കൊണ്ട് തന്നെ അവന്മാര് ഫോൺ എടുക്കില്ല. ഇത് ഓപ്പൺ ബോക്സിൽ എറിയാണ്, കട്ട് ചെയ്തിട്ട് പോവാണ്. അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ പരിപാടി. ഇത് ഒരു പ്രാവശ്യം ഞാൻ അവരുടെ എന്താ പറയാ, ഒരു ടോൾ ഫ്രീ നമ്പർ പോലത്തെ ഉണ്ട് ഫ്ലിപ്കാർട്ടിന്, ലോക്കൽ ടോൾ ഫ്രീ നമ്പർ. അതിൽ പറയുമ്പോൾ അത് ഓപ്പൺ ബോക്സിൽ എറിയാണ്, വെരിഫൈഡ് ആണ്. അവരുടെ ഉമ്മര് കട്ടിട്ട് പോയി. അപ്പൊ ഇനി സാംസങ്ങിന്റെ കസ്റ്റമർ കെയർ ത്രൂ എന്തെങ്കിലും നടന്നാലേ നടക്കുള്ളൂ. അപ്പൊ ഓൾമോസ്റ്റ് 10,000 രൂപന്റെ കത്തിച്ച് കളഞ്ഞ അവസ്ഥയാണ്. അപ്പൊ ഈ സാധനം ഈ കൂതറ സ്ഥാനത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ ഇവരൊക്കെ എനിക്ക് വേറെ ഏതെങ്കിലും വാക്കൊക്കെ വരുന്നത്. ഇവന്മാരെ എന്ത് കണ്ടിട്ടാണ് ഞാൻ അതിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഞാൻ തന്നെ ഇടക്കിടയ്ക്ക് പറയാറില്ല ഫ്ലിപ്കാർട്ട് ത്രൂ വാങ്ങിക്കരുത് വെച്ചാൽ തട്ടിപ്പുകളുടെ ആശാന്മാരാന്നുണ്ട്. എന്നിട്ട് അവന്മാർ ഇത്ര വലിയ കമ്പനി ഇട്ടിരിക്കുന്നത്. അതാണ് ഇന്ത്യയുടെ അവസ്ഥ. എങ്ങനെ തട്ടിപ്പുണ്ടോ അവരാണ് ഏറ്റവും വലിയ ആൾക്കാർ. സാധനം പുതിയ പാക്കേജിങ് ഒക്കെ ആയിരുന്നു. ഇവിടെ ഫുൾ സീലും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാധനം ഡെഡ് ഓൺ അറൈവല്ലതാ. LTE മോഡലാണ്. ഓൾമോസ്റ്റ് ഒരു 1,500 രൂപ 2,000 താഴെ നമുക്ക് പ്രൈസ് ഡിഫറൻസ് ആമസോണിൽ വിൽക്കാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സാധനത്തിൽ ഓർഡർ ചെയ്ത്. ഇത് കണ്ടു, ഓൺ ആവുന്നേ ഇല്ല. ചാർജിങ്ങിന് വെച്ചാലും ഒരു ഇതുമില്ല സാധനം. പക്ഷെ കാണുമ്പോൾ ഒറിജിനലൊക്കെ അതിന്റെ ബാക്കിൽ സ്റ്റിക്കർ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു അനക്കുമില്ല. ഇതിലൊന്നും ഇല്ലാവോ ഇനി കേസ് മാത്രം. ഇനിയിപ്പോൾ നാളെ സർവീസ് സെന്ററിലേക്ക് നമ്മളിനി കറങ്ങാൻ നിൽക്കണം. ഇനി അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ആ ഓപ്പൺ ബോക്സ് ആയാലും സാധനം ഓൺ ആവുന്നുണ്ടോ വർക്ക് ചെയ്യുന്നതൊക്കെ മാത്രം കഴിഞ്ഞിട്ട് OTP കൊടുത്താൽ മതി. അത് എൻ്റെ ഒരു പക്ഷെ സാധനം നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഞാൻ ഇപ്പോൾ റീസെന്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേറെ വാങ്ങിച്ചെന്താ സംഭവം വെച്ചാൽ, നമ്മൾ ഈ പിക്സൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിക്സലാണ് ഡയറക്റ്റ് ഫ്ലിപ്കാർട്ടിലാണ് ഡയറക്റ്റ് സെല് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഫോൺ പോലത്തെ സാധനം കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷെ അത് വന്നപ്പോൾ ഡെഡായിരുന്നു സാധനം, അത് വേറെ കാര്യം. പക്ഷെ അത് ചാർജ് കഴിഞ്ഞിട്ടായിരുന്നു. ഞാൻ ചാർജിങ് കുത്തിക്കിപ്പോൾ ചാർജ് ഓപ്ഷൻ വന്നു, ചാർജ് കഴിഞ്ഞിട്ടായിരുന്നു ഡെഡായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് അതിന്റെ പിൻകോഡ് ഞാൻ എൻ്റെ OTP കൊടുക്കാനുള്ള കാരണം. പക്ഷെ അതൊരു നോർമലാണ്. അത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡേറ്റ് പഴയ ഡേറ്റാ, മാനുഫാക്ചറിംഗ് ഡേറ്റ് പഴയത്. അതിന്റെ സൈഡിൽ ഇവിടെ ഉണ്ടല്ലോ. എവിടെ 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 ഉണ്ടാകുന്നല്ലോ, 2022. ഞാൻ എവിടെയോ കണ്ടു. ഇവർക്ക് ആക്ച്വലി റിട്ടേൺ അലൗഡ് വിത്തിൻ 14 days ഓഫ് പർച്ചേസ് ഒക്കെ ഉണ്ട് സാംസങ് പോളിസിക്ക്. അതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിൽ എവിടെ പോയി സാധനം മേഡ് ഇൻ വിയറ്റ്നാമൊക്കെയാണ്.
പക്ഷെ ഞാൻ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ മാനുഫാക്ചറിങ് ഡേറ്റ്. എൻ്റെ കിളി പോയിരിക്കും. അതാ December 2022. പതിനെണ്ട് എനിക്ക് കാണാണ്ടില്ല. ക്ലിയർ ആവും. അതാ എനിക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഒന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് 10,000 അടിച്ചു പോയതിൻ്റെ ഒരു കിളി പോയിട്ടിരിക്കുകയാണ് ഞാൻ അത്. അപ്പൊ ഇനി സാംസങ് കസ്റ്റമർ കെയറിൽ പോയിട്ട് അറിയണം. സാധനം LTE മോഡലൊക്കെയാണ്. എന്ന് വെച്ചാൽ ആ പ്രൈസിന് നമുക്കത് കിട്ടിയപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇത് ഓർഡർ ചെയ്തത്. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് അറിയാം ഞാൻ ആപ്പിൾ വാച്ച്, എൻ്റെ മെയിൻ ഫോൺ ആപ്പിളാണ്. എൻ്റെ ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് ഇതിവിടെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ എൻ്റെ വൈഫ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു സിൽവർ കളർ മോഡലാണ്. ഞാൻ ഇത് ആമസോണിൽ ഓർഡർ ചെയ്തായിരുന്നു. ഇതിൻ്റെ ഫ്രഷ് പാക്കേജിങ് കണ്ടു. ഇതിൻ്റെ ബാക്കിൽ സംഭവം ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ഒക്കെയാണ് ഈ സാധനം. അതാണ് ഡിഫറൻസ്. ഇത് ആമസോണിൽ ഓർഡർ ചെയ്താ, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഈ സെയിം സാധനം കണ്ടുള്ളൂ. വാച്ച് ഫോർ ക്ലാസിക് തന്നെയാണ്. അതാണ് ഡിഫറൻസ്. ഫ്ലിപ്കാർട്ടിന്റെ ആമസോണിന്റെ ഡിഫറൻസ് കണ്ടു. ഇത് സെയിം സാധനം തന്നെയാണ്. ഇത് ബ്ലാക്ക് സിൽവർ ആണെന്നുള്ളൂ. ഇത് December 2022 ഉണ്ടാക്കിയ സാധനം കൂറെ പഴയ ക്വാളിറ്റി, പഴയ ലോക്കൽ എന്താ പറയാ എന്താ പറയാ നമ്മുടെ എന്താ പറയാ ഇതുണ്ടല്ലോ, എന്താണ് സ്റ്റോക്ക്, അതാണ് ഇവന്മാര് ഓഫറിൽ കൊടുക്കുന്നത്. ഇത് ആ സെയിം സാധനം തന്നെയാണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ. ആ സാധനത്തിൽ മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇവിടെ ഇതിന്റെ MRP അടക്കം ഡിഫറൻസ് ഉണ്ട്. പഴയതിന്റെ ഇപ്പോൾ ഇത് കണ്ടു September 2023. അതാണ് ഡിഫറൻസ് ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെയും. പിന്നെ അവരെ വിളിച്ചാൽ കിട്ടാൻ ഒരു കസ്റ്റമർ കെയറെങ്കിലും ഉണ്ട് ആമസോണിന്. ഇതിന് അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. എന്നിട്ടാണ് ആൾക്കാർ ഫുള്ള് നിന്ന് വാങ്ങിക്കുന്നത്. എന്നിട്ടാണ് അമ്മ ഇത്ര വലിയത്. ഏറ്റവും കൂടുതൽ ഓഫേഴ്സും ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് ഒക്കെ അവർ അതിലാണ് എന്താ പറയാ മിക്ക ബ്രാൻഡുകളും അവർ അതിലാണ് കൊടുക്കുന്നത്. എന്താ പറയുക, അവർ കമ്മീഷൻ കൊടുത്തിട്ടാണ് കൊടുക്കുന്നത് ആമസോണിനോടും. അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല. അല്ലാണ്ട് അവർക്ക് ഫ്ലിപ്കാർട്ടിലോട്ട് അവർക്ക് പുണ്യം കിട്ടാനൊന്നുമില്ലല്ലോ. അപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ സൈഡിൽ നിന്നുള്ള എന്താ പറയാ ചതിക്കുഴികളാണ് കേട്ടോ. അതിലൊന്നും പോയി വീഴരുത്. ഇത് വലിയ ഇപ്പൊ സാംസങ്ങിന്റെ വാച്ച് 6 ഒക്കെ ആണെങ്കിൽ ഞാൻ പെട്ടാനും 36,000 40,000 അടിച്ചു പോയേനെ. 10,000 പോയിട്ടുണ്ട്. എന്റെ കിളി പോയിട്ടിരിക്കുകയാണ്. ചുമ്മാ ഉമാരൊക്കെ തന്നെ കൊള്ള നടത്തിയിട്ട് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോന് ഇതുപോലെ പറഞ്ഞിട്ട് ഇനി ഫ്ലിപ്കാർട്ടിന്റെ സൈഡിൽ നിന്നും അല്ല ഇത് വരികയാവുമെന്ന് എനിക്ക് സംശയം. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആട്ടാ. ഫ്ലിപ്കാർട്ട് സൂക്ഷിക്കുക നിങ്ങൾ.